എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ സദ്യകളിലൊക്കെ വിളമ്പുന്ന പുളിശ്ശേരിയുടെയാണ്. സാധാരണ സദ്യകളിലൊക്കെ വിളമ്പാറുള്ള പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചിയാണല്ലേ. അപ്പോൾ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുളിശ്ശേരി തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഷു ഒക്കെ വരുന്ന സമയത്ത് സദ്യക്ക് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള സമയത്ത് കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. സദ്യയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഗ്യാസ് അങ്ങനെ ലാഭിക്കാനൊക്കെ പറ്റും. ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അത്യാവശ്യം എരിവുള്ളൊരു മുളകാണിത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ ഈ ഒരു കഷ്ണമൊക്കെ വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളെല്ലാം അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പൈനാപ്പിളൊക്കെ വേകുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളക് വന്നിട്ട് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. നമ്മുടെ ഇവിടേക്ക് ഉടങ്കൊല്ലി മുളകെന്ന് പറയും. അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് അരമുറി തേങ്ങ തിരുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച് പൈനാപ്പിൾ എല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോവാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് നല്ലൊരു രുചി കിട്ടാനായിട്ട് ഞാനിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കരപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം പൈനാപ്പിൾ പുളിശ്ശേരിക്ക് മാത്രമല്ല മാമ്പഴ പുളിശ്ശേരിക്കും ഒക്കെ നമ്മൾ ഈ ഒരു ശർക്കരപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. സദ്യയിലൊക്കെ വിളമ്പാനായിട്ട് പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പുളിശ്ശേരി തയ്യാറാക്കുന്ന സമയത്തും അതുപോലെ തന്നെ പുളിശ്ശേരിക്ക് താളിക്കുന്ന സമയത്തും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിലുള്ള പുളിശ്ശേരി നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ശർക്കരപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊരു തിള വന്നാൽ മതിയാകും. നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം, അത്രേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ ചെറിയൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈരിൻ്റെ ആ ഒരു കട്ടകളെല്ലാം ഉടച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയും അതുപോലെ തന്നെ എരിവും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു പുളിശ്ശേരിയാണ്. നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ആ ഒരു ഉലുവയുടെ മുരിഞ്ഞ മണമൊക്കെ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു മണവും രുചിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഉലുവയെല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്റ്റൈൽ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷുവിന് സദ്യക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.